ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹരാബര പനീർ കബാബ് റോളാണ്. ഇത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമുക്കിതിന് യൂസ് ചെയ്യും. അതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗാർലിക്കും പീനട്ടും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ എയർ ഫ്രയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസുമ്മ വെച്ച് ചട്ടിയിൽ നമുക്ക് കൈവിടാതെ ഇളക്കി ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു പിടി മല്ലിയില, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എരിവിനും പുളിക്കും ഉപ്പും എല്ലാം, ഗ്രീൻ ചില്ലി, ലെമൺ ജ്യൂസ്, ഉപ്പ്. ഓക്കെ, അതെല്ലാം ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ പീനട്ടും ഗാർലിക്കിൻ്റെയും കൂടി കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചു വെച്ച മിശ്രിതം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു തിക്ക് ലെയർ ഓഫ് കോട്ടിംഗ് ഉണ്ടാവണം. പിന്നെ ഈ മസാലയിൽ നമ്മുടെ ഉപ്പും പുളിയും കുറച്ച് കൂട്ടി നിർത്തണേ. അതിനുശേഷം ഒരു തവ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് നമുക്ക് നമ്മുടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര ശ്രദ്ധയിൽ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. നമ്മളൊന്ന് ധൃതി കാണിച്ചാൽ ഈ പനീറും ഈ മസാലയും രണ്ടുപേരും രണ്ട് വഴിക്ക് പോവും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ ഓരോ സൈഡും മറച്ചിട്ട് നമുക്ക് ഈ പനീറിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ഈസി ആക്കാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പനീറിൻ്റെ സൈസിനെ ഒന്ന് ചെറുതാക്കാം. അങ്ങനെ പനീർ നമുക്കിവിടെ ഷാലോ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു ചപ്പാത്തി എടുക്കുക. കുക്ക്ഡ് ചപ്പാത്തിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ബേസായിട്ട് കുറച്ച് യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ്, നമ്മൾ കുറച്ച് കട്ട പിടിച്ചിരിക്കുന്ന കേർഡായിരിക്കും. അപ്പോൾ നമ്മൾ ആ തൈര് നമ്മുടെ പാത്രത്തിലോട്ടെടുത്ത് ഒന്ന് വിസ്ക് വെച്ച് കട്ടയെല്ലാം ഒടിച്ചതിന് ശേഷം ചപ്പാത്തിയിലോട്ട് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഹരാബര പനീർ വയ്ക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള വെജീസ് ആഡ് ചെയ്യുക. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ഒണിയനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യാപ്സിക്കം, അതുപോലെ മഷ്റൂം, സ്റ്റീംഡ് ബ്രോക്കലി എല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് റാപ്പിംഗ് പരിപാടി. അപ്പോൾ നമ്മൾ പനീർ വെച്ച് കൊടുക്കുമ്പോൾ ഹാഫ് ആയിട്ട് വെക്കരുത്, മിഡിൽ ഓഫ് ദ ചപ്പാത്തി നമ്മൾ വെക്കരുത്. 3/4 1/4 റേഷ്യോയിൽ നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മുടെ 3/4 സൈഡിനെ നമ്മൾ മുകളിലോട്ട് ഉയർത്തി റാപ്പ് ചെയ്ത് ടക്കിൻ ചെയ്യണം. എന്നിട്ട് 1/4 സൈഡിലോട്ട് നമ്മളതിനെ ടേൺ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അനങ്ങാതെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ റോള് സെറ്റായി കിട്ടും. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യാതെയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴിവ്, നമ്മുടെ ആ ഒരു ചെയ്തതിൻ്റെ ഒരു ഭംഗി ഒക്കെ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ മയോണൈസോ അതുപോലെ തന്നെ കെച്ചപ്പോ ഒക്കെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. താങ്ക് യു.